വെൽക്കം ടു റീമാസ് കിച്ചൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നാടൻ പലഹാരമായ അച്ചപ്പമാണ്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അച്ചപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിലും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫങ്ഷൻസൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു പലഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ റീമാസ് കിച്ചൻ്റെ അച്ചപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. റെസിപ്പീസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ കമൻസൊക്കെ പറയാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് അച്ചപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കി വെച്ചുതരാം. വീട്ടിലുണ്ടാക്കി ഹോം മെയ്ഡായിട്ട് എടുക്കുന്ന അച്ചപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവയൊക്കെ. വളരെ ഈസിയാണ്. അത് നമ്മൾ എല്ലാം കൂടെ മിക്സിയിൽ അരയ്ക്കുക, അതുപോലെ കുറച്ച് നേരം വെക്കുക, വറക്കുക. അപ്പം നമുക്ക് വീട്ടിലുള്ള തന്നെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഞാനിവിടെ ഒരു ഗ്ലാസ് അരി, അല്ല 1 കപ്പ് അരി തലേദിവസം ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ തലേദിവസം വൈകിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇന്ന് രാവിലെ അത് വെള്ളത്തിൽ നിന്ന് കഴുകി വാരി എടുത്ത് വെച്ചേക്കുന്നതാണ്. 1 കപ്പ് അരി, 1 ഗ്ലാസ് അരി നമ്മൾ കുതിർത്ത് വരുമ്പോൾ ഒരു ഇച്ചിരിയേറെ കാണും. അപ്പോൾ ആ മെഷർമെൻറ്റ് നമ്മൾ ആപ്പം എടുക്കുന്ന പോലെ അല്ലല്ലോ കുതിർന്ന് വരുമ്പോൾ. അപ്പോൾ അത് 1 ഗ്ലാസ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം. ഞാനിവിടെ പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ, 1 ഗ്ലാസ്സിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പം ഒത്തിരി മധുരമല്ല, ഒത്തിരി മധുരം കുറഞ്ഞു പോകത്തില്ല, ഒരു നല്ലൊരു സ്വീറ്റായിട്ടിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഞാനിത് കുറച്ച് എള്ളെടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മൾ ആ മാവ് അരച്ച് കഴിഞ്ഞ് അതിനകത്ത് ചേർക്കാനാണ്. പിന്നെ മാവിൻ്റെ കൂടെ ചേർക്കാൻ ഞാൻ ജീരകം, ചെറിയൊരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 1 ഏലക്ക മതി നമുക്ക്. ഇതിൻ്റെ തൊലി പൊളന്നിട്ട് നമുക്ക് കുരു മാത്രം ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാം. പിന്നെ ഇതിനകത്ത് ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട്, 1 മുട്ട. അപ്പം അച്ചപ്പത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1 മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ ഫ്രഷ് മിൽക്ക്, നല്ല ഫ്രഷ് തേങ്ങ അരച്ചെടുത്ത പാലിവിടെ, ഇത് ഏകദേശം 1 ഗ്ലാസോളം ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ മാവ് അരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് മാവിൻ്റെ ആ വെള്ളം ഒഴിച്ചല്ല നമ്മളിവിടെ അരയ്ക്കുന്നത്, തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു തിക്ക് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പം അതിനാവശ്യാനുസരണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇൻ കേസ് നമ്മൾ അരയ്ക്കുക വഴി ഇത് വെള്ളം കൂടി എന്ന് തോന്നുക, അല്ലെങ്കിൽ മാവ് ഇച്ചിരി അയഞ്ഞു പോയി എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. വേണേൽ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് നമുക്ക് ആ കുറുക്ക് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ എപ്പോഴും മധുരം നമ്മൾ ഉണ്ടാക്കുമ്പോൾ 1 പിഞ്ച് ഉപ്പിടാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ അരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സി എടുത്തു. അതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. പിന്നെ നമ്മൾ പഞ്ചസാര, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുവാണ്. നമ്മൾ ഈ അച്ചപ്പം മധുരത്തിൽ വിളയിച്ചെടുക്കുക അങ്ങനെയല്ല, നമ്മൾ മധുരം കൂടി ഇട്ടായിരിക്കും. അപ്പം ഒരു മധുരമുള്ളൊരു അച്ചപ്പമാണ്. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന ജീരകം, 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക, അതും പൊട്ടിച്ച് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ്, അതിന് മുമ്പ് ഞാനൊരു ശകലം ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രക്കോളം, 1 പിഞ്ച് ഉപ്പ്, ഒരു ടേസ്റ്റ് ബാലൻസ് ആകാനായിട്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് അരി. പച്ചരി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അതിലൊരു കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുത്ത് നമുക്ക് അരയ്ക്കാം. ഇതിൻ്റെ ഒരു പകുതി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചിട്ട് നോക്കാം മാവ് എങ്ങനെ വരുന്നു, കുറുകുന്നോ നീണ്ടു പോകുന്നോ നോക്കാം. അതിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് അരയണം. ഒരു തരി ഒന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മാവ് ഈ കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത്. ഒരു ഇച്ചിരി കൂടെ ഒന്ന് ലൂസാവണം. അപ്പോൾ നമ്മൾ നിങ്ങൾ നോക്കണം, നമ്മുടെ ഒരു അസലൊരു നമ്മുടെ ഇഡലി മാവിൻ്റെ പരുവത്തിൽ തന്നെ ഇത് വരണം. അപ്പോൾ ഇച്ചിരി കട്ടിയുണ്ട്. അപ്പോൾ നമ്മളൊരു 2-3 ടീസ്പൂൺ
പാലൂടെ ഒഴിച്ച് കൊടുത്തു. 4 ടീസ്പൂൺ പാലൊഴിച്ച് കൊടുത്തു. ഇത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. മധുരം നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാവുന്നതാണ്. മധുരം നിങ്ങൾക്ക് ചൂട് വേണമെന്നുണ്ടെങ്കിൽ ചൂട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ പ്രിഫറൻസാണ് എങ്ങനെയാണ് ടേസ്റ്റ് വേണ്ടതെന്ന്. നമുക്കിതൊന്നുകൂടെ അടിച്ച് നോക്കാം. നമ്മുടെ അച്ചപ്പത്തിൻ്റെ മാവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ അറിയാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം. ഒഴിക്കുമ്പോൾ അറിയാമല്ലോ ഈ ഒരു പരുവം. നമ്മളൊരു സ്പൂൺ മുക്കി പൊക്കുമ്പം അതിലൊന്ന് പരണ്ടിരിക്കുന്ന അവസ്ഥ. ഒത്തിരി തിക്കായിപ്പോയാൽ നമ്മുടെ അച്ചപ്പം കട്ടിയായിപ്പോയി. നമ്മൾ അച്ച മുക്കി ഇടുമ്പോൾ അങ്ങ് ഭയങ്കര തിക്കായിപ്പോവും. ഇത് മൊത്തം വടിച്ചെടുക്കുക. ഇങ്ങനെ നല്ലൊരു മണവും ജീരകത്തിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാം. എള്ളിങ്ങനെ ഇടുമ്പോൾ നല്ല രസമല്ല അച്ചപ്പം വറുത്ത് വരുമ്പോൾ. എള്ളിട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒത്തിരി ഇടണ്ട, അത് കുറച്ച്. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു അടപ്പ് കൊണ്ട് അടച്ച് 1 മണിക്കൂർ ഒന്ന് വെക്കണം. വെളിയിൽ തന്നെ 1 മണിക്കൂർ നമ്മൾ അരിയെല്ലാം അരച്ചു. ഇനി ഇത് അടച്ച് 1 മണിക്കൂർ അടച്ച് വെക്കുക. 1 മണിക്കൂറിന് ശേഷം ഇത് തുറന്നിട്ട് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് 1 മണിക്കൂറൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ മാവ് അടച്ച് മാറ്റി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആവുന്നുണ്ട്. നമുക്കിനി ഒന്ന് അച്ചപ്പം ഒന്ന് വറുത്ത് കോരി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഏത് അച്ചാണോ യൂസ് ചെയ്യുന്നത്, എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ അച്ച അതിനകത്ത് ഇങ്ങനെ മുക്കി ഇടണം. അച്ച ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴുകി മാറ്റി വെള്ളം തുടച്ച് വെക്കണം. തുടച്ച് വെച്ചതിന് ശേഷമേ എണ്ണയിലേക്ക് ഇടാവുള്ളൂ. എന്നിട്ട് ആ അച്ച് നല്ല ചൂടായതിന് ശേഷമേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ. അപ്പം ആദ്യമേ ശ്രദ്ധിക്കണം, എണ്ണ ചൂടാക്കുക, അച്ച് മുക്കി അതിനകത്ത് ഇടുക. അച്ച് നല്ലതായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അച്ചപ്പത്തിൻ്റെ മാവിൽ മുക്കി വറുത്ത് പോരാം. അതായത് പച്ചയായിട്ട് അച്ച ഇട്ടിട്ട് മുക്കല്ല. അപ്പം നമുക്കൊരു അച്ചപ്പം ഉണ്ടാക്കി നോക്കാം. ഇന്ന് അച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അച്ചപ്പം മുക്കിയിടാം. മാവിലേക്ക് മുക്കുക. അതിൻ്റെ ഒരു 3/4 പോർഷൻ അച്ച് മുഴുവൻ മുക്കരുത്, ഒരു പകുതിക്ക് മുക്കി പൊക്കി നേരെ നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇത് ചെറുതായിട്ടിങ്ങനെ കുലുക്കി പൊക്കിയും കുലുക്കി കൊടുക്കുക. അപ്പം അതിനകത്ത് നിളങ്ങി താഴ്ത്തി വീഴും. ചില അച്ച് സ്പ്രിങ് ഉള്ളതാകുമ്പോൾ നമ്മളിങ്ങനെ പൊക്കിയും കൊടുക്കണ്ട, തന്നെ അത് ആട്ടി കൊടുത്താൽ അത് ഇതായിക്കോളും. തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം അത് വിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അച്ച് വെണ്ണയിൽ തന്നെ ഇടണം, മാറ്റി വയ്ക്കരുത്. അത് മൂത്ത് കോരിയതിന് ശേഷം നമുക്ക് അടുത്തേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ടു. ഇനി ഇത് മൂക്കുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മൂത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലോട്ട് എടുത്തെടുത്ത് മാറ്റാം. അതുവരെ അച്ച അതിനകത്ത് തന്നെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ച് മുക്കി ഇടുന്നതിൻ്റെ ആ ഒരു ഇത് കണക്ക് മാത്രം ശരിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അച്ച് നല്ല ചൂടെണ്ണയിൽ മുക്കി അച്ചപ്പം മുക്കി ഇടുന്ന ആ ഒരു പ്രൊസീജിയറേ ഉള്ളൂ. അച്ചപ്പം ഉണ്ടാക്കുന്നതിൽ ഇച്ചിരി പാടായിട്ട് ഇളകി വന്നിട്ട് നമുക്കൊരു ഫോർക്കൊക്കെ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് വളരെ ക്വിക്കായിട്ടുള്ള ഹോം മെയ്ഡ് അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നോർമൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പം ഇങ്ങനെ മധുരത്തിൽ വിളയിച്ചിട്ടൊക്കെയാണല്ലോ. ഇതിനകത്ത് നമ്മൾ മധുരം ഓൾറെഡി ഇട്ട് അരച്ചുകൊണ്ട് അത് നല്ലൊരു ഒത്തിരി മധുരവും ഇല്ല, എന്നാൽ നല്ലൊരു രസമാണ് കഴിക്കുമ്പോൾ.
നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ചെറിയ പല ടൈപ്പ് അച്ച് കിട്ടും, ചെറിയ ചെറിയ അച്ചപ്പത്തിൻ്റെ അച്ചും കിട്ടും. അത് ഇച്ചിരി കൂടെ രസമാണ് കാണാൻ. അപ്പം നിങ്ങളും അച്ചപ്പം ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ്സ് പറയാൻ മറക്കരുത്. ഓക്കെ.